കൃതജ്ഞതയുടെ മനോഹാരിത. സിസ്റ്റർ റോസ്മിൻ CTC, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. കൃതജ്ഞതയ്ക്ക് ഒരു അഴകുണ്ട്. ജീവിതത്തിലുണ്ടാകുന്ന നല്ല കാര്യങ്ങളെ വിലമതിക്കാനും അവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പരിവർത്തനം ചെയ്യാനും നമ്മുടെ മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിവുള്ള ശക്തമായ ഒരു വികാരമാണ് കൃതജ്ഞത. അത് വളർത്തിയെടുക്കുന്നതിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് കൃതജ്ഞതാ ജേർണലിംഗ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൃതജ്ഞതാ ജേർണൽ എങ്ങനെ പരിശീലിക്കാം എന്നതിനെക്കുറിച്ച് ലളിതമായി വിവരിക്കാം. 1. അതിനായി നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രീതി തിരഞ്ഞെടുക്കാം. ഒരു നോട്ട്ബുക്കിൽ എഴുതുന്ന രീതിയാകാം. ഡിജിറ്റൽ ജേർണൽ ആപ്പുകൾ ഉപയോഗിക്കാം. ബുള്ളറ്റ് ജേർണൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റുകളും നിങ്ങളുടെ ക്രിയാത്മകമായ ആവിഷ്കാരവും സംയോജിപ്പിച്ചുകൊണ്ട് ജേർണലിംഗ് നടത്താം. 2. നിങ്ങളുടേതായ ഒരു സമയം കണ്ടെത്തുക. സ്ഥിരതയാണ് പ്രധാനം. ഉറങ്ങുന്നതിന് മുൻപോ ഉണർന്നതിന് ശേഷമോ അങ്ങനെ എല്ലാ ദിവസവും നിശ്ചിതമായ ഒരു സമയം കണ്ടുപിടിക്കുക. ഹ്രസ്വവും ആസ്വാദികരവുമായി എഴുതുക. ഇങ്ങനെ ദിവസേന 5 മുതൽ 10 മിനിറ്റ് വരെ എടുത്ത് തയ്യാറാക്കുന്ന ജേർണലിംഗ് പോലും കാര്യമായ വ്യത്യാസം ജീവിതത്തിൽ വരുത്തും. 3. വളരെ ലളിതമായി ആരംഭിക്കുക. ഓരോ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള ഏതെങ്കിലും 3 കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ട് ആരംഭിക്കാം. ദിവസം മുഴുവൻ ഉണ്ടായ നല്ല അനുഭവങ്ങളെക്കുറിച്ചാണ് ജേർണലിൽ എഴുതേണ്ടത്. ഓരോ ചെറിയ അനുഗ്രഹങ്ങൾ പോലും ഇതിൽ ഉൾപ്പെടുത്താം. അതായത്, ഒരു കപ്പ് ചൂടുള്ള കാപ്പിയോ, ഒരു തെളിമയാർന്ന ദിവസമോ, അല്ലെങ്കിൽ ഒരു നല്ല പുഞ്ചിരിയോ. 4. സർഗാത്മകതയെ ഉപയോഗപ്പെടുത്താം. കവിതകളോ കത്തുകളോ ആയി എഴുതാം. അല്ലെങ്കിൽ അതുപോലുള്ള വ്യത്യസ്ത സൃഷ്ടിപരമായ രൂപങ്ങളിൽ നിങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കാം. വരകളോ സ്കെച്ചോ പോലുള്ള കലയിലൂടെയും കൃതജ്ഞത ദൃശ്യവൽക്കരിക്കാം. ഉദ്ധരണികളോ ക്വോട്ട്സ്, സ്ഥിരീകരണങ്ങളോ അഫർമേഷൻസ് ഉപയോഗിക്കാം. പ്രചോദനാത്മകമായ വാക്കുകളോ ആശയങ്ങളോ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. 5. ക്ഷമയും സ്ഥിരോത്സാഹവും പുലർത്തുക. അമിതമായി ചിന്തിക്കരുത്. ചിന്തകൾ സ്വാഭാവികമായി ഒഴുകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ വിജയങ്ങളിൽ പോലും ആനന്ദിക്കുക. പുരോഗതിയെ അംഗീകരിക്കുകയും നന്ദിയോടുള്ള പ്രതിബദ്ധതയെ ആഘോഷിക്കുകയും ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ദയ കാണിക്കുക. ഡയറിയിൽ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ച് ശരിയോ തെറ്റോ എന്നുള്ള ഉത്കണ്ഠയുടെ ആവശ്യമില്ല. കൃതജ്ഞതാ ജേർണലിംഗിന്റെ പ്രയോജനങ്ങൾ. 1. ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥയെയും മൊത്തത്തിലുള്ള ക്ഷേമത്തെയും സന്തോഷത്തെയും വർദ്ധിപ്പിക്കും. 2. കൃതജ്ഞത പരിശീലിക്കുന്നത് നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ നിങ്ങളെ സഹായിക്കും. 3. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായി വിശ്രമിക്കാനും വിശ്രമകരമായ ഒരു രാത്രി ഉറക്കത്തിനായി തയ്യാറെടുക്കാനും സഹായിക്കും. 4. മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ആഴത്തിലാക്കുകയും അവയെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. 5. നേട്ടങ്ങളെ തിരിച്ചറിയുകയും സാധ്യതകളെ വിലമതിക്കുകയും ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ കൃതജ്ഞതായാത്ര ആരംഭിക്കുകയും അഭിനന്ദനത്തിൻ്റെ പരിവർത്തന ശക്തി അനുഭവിക്കുകയും ചെയ്യുക.